ഇതിപ്പോ 25,000 ഉലുവയും 5 പവനും. സ്ത്രീധനമല്ല, വധുവിനുള്ള ഉപഹാരം, അതും സമൂഹ വിവാഹത്തിൽ. ഈ വധു എന്ന് പറഞ്ഞ പെണ്ണില്ലേ, അവളൊന്ന് വരട്ടെ നോക്കിയാലോ? ഒരു കാര്യമില്ല. എന്റെ അച്ഛനേക്കാൾ കൂടിയാനോ അത്. അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ഒരാളെ കണ്ണുമൂട്ടി കെട്ടുകയെന്ന് പറഞ്ഞ അവള് നിന്നെ കണ്ടിട്ടില്ല എന്നുള്ള ഉറപ്പാണോ? ഉറപ്പാണോ? അതെ. എങ്കി മോനെ ഒരു മാർഗമുണ്ട്. നീയാണെന്നും പറഞ്ഞ് വേറൊരുത്തനയക്കണം. ഏത് പെണ്ണ് കണ്ടാലും കാർക്കിച്ച് തുപ്പ് നിർത്തണേ. എങ്കി നീ പോവോ? എന്നെ കണ്ട ഏത് പെണ്ണും ചാടി വീഴും. ചില ബോഡി സ്പ്രേ പരസ്യം കണ്ടിട്ടില്ലേ, അതുപോലെ. എന്നോട് പറയാൻ പോയ ഈ സമയത്ത് നീയും കൂടെ പണങ്ങിയാലോ? അല്ല, നീ പറഞ്ഞ പോലുള്ള ഒരുത്തനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ ഒരുത്തനുണ്ട്. ഒരു പെണ്ണിനും അവൻ ഇഷ്ടപ്പെടില്ല. ഇതുവരെ അവൻ 29 പെണ്ണുകടൽ നടത്തി. 29 നടന്നില്ല. കാരണം 29നും അവനെ ഇഷ്ടമായില്ല. അതെന്ത്? അത് അവനെ നിനക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലായിക്കോളൂ. ഭരതനാട്യം എന്ന് പറഞ്ഞ ഭാവരാഗ താളനാട്യ. ഒരു ഭരതനാട്യ നൃത്തയ്ക്ക് ഭാവത്തിനും നാട്യത്തിനും പുറമെ ഇത്രയും വേഗതയും രൂപഭംഗിയും ബുദ്ധിയും ഭ്രമരയും കൂടി വേണം. ഭ്രമരം എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ സിനിമയല്ലേ? അതെ, ഭ്രമരം. ഇത് ഭ്രമരി. ഇങ്ങനെ കറങ്ങി നിക്കണേനെയാണ് ഭ്രമരി എന്ന് പറയാ. ഭൂമി സൂര്യൻ ഇങ്ങനെ ഭ്രമരിക്കണുണ്ടല്ലോ ശാന്തെ, അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം സ്റ്റെപ്സ്. രമ്യയുടെ കൈ പൊങ്ങട്ടെട്ടോ. നീ ഇവന്റെ പേരെന്താ പറഞ്ഞേ? നടന കലാരത്നം ജ്യോതി, ജ്യോതിഷ് കുമാർ. എന്തു പറയണു? ഇവനെ കണ്ട അവളോടില്ലേ? അവള് മാത്രമല്ല, ആ 101 പെൺകുട്ടികൾ ഓടുമെന്ന് എന്റെ പേടി. ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും സിംഗിൾ ഡാൻസ് ആണെങ്കിലും, അല്ല ഗ്രൂപ്പ് വെഡിങ് ആണെങ്കിലും സിംഗിൾ വെഡിങ് ആണെങ്കിലും ഞാൻ ഈ കല്യാണത്തിന് തയ്യാറാ. ഒന്നില്ലെങ്കിൽ കല്യാണല്ലേ, ഒരാൾക്ക് ജീവിതം കിട്ടുന്ന കാര്യല്ലേ. ആർക്ക്? എനിക്ക്. പക്ഷെ ഞാൻ എന്തിനാ പെൺകുട്ടിന് ഈ ഏട്ടന്റെ പേര് കല്യാണം കഴിക്കണേ? നിന്നോട് പറഞ്ഞൊക്കെ മറന്നുപോയ. ഇവന്റെ അച്ഛൻ മുൻഷി ശങ്കരപിള്ള സാമൂഹ്യ പ്രവർത്തകൻ, പലർക്കും താങ്ങും തണലുമാണ്. ഇവനും പലരെയും താങ്ങാറുണ്ട്. 29 കല്യാണം മുടങ്ങിയ നിന്റെ കഥ കേട്ടപ്പോ ഇവന് വെച്ച കല്യാണം നിനക്ക് തരാന്ന് പറഞ്ഞു. താങ്ങാന്ന് പറഞ്ഞു. നിനക്കത് വേണമെങ്കിൽ. അതല്ലടാ. പിന്നെ കല്യാണത്തിന്റെ സമയത്ത് ആ പെൺകുട്ടി സത്യം എങ്ങനെ അറിഞ്ഞ നാടോടി നൃത്തത്തിന്റെ ഇടയിൽ പുടവഴഞ്ഞ നർത്തകിയെ പോലെ ഞാൻ ആകെ വഷളാവില്ലേ? വഷളാവാതെ ഞങ്ങള് നോക്കിക്കോളാം. ആണോ? ആ പെൺകുട്ടി മുൻഷിയുടെ മോനെ കെട്ടുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കാണ്. അവളാണെങ്കിൽ ഇവനെ കണ്ടിട്ടുമില്ല. നീ മുൻഷിയുടെ മോനാന്ന് പറഞ്ഞ ആ നിമിഷം നിന്റെ കല്യാണം നടക്കും. പക്ഷെ ആ കുട്ടി സത്യം എങ്ങനെ അറിഞ്ഞ? ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാ പിന്നെ എന്തോന്ന് സത്യം? എന്നാ പിന്നെ ഇങ്ങനൊരു കടുങ്ങായി നോക്കല്ലേ. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നല്ലേ. അതാണ്. പുലർച്ചെ ഒരു ബസ്സുണ്ട്, ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ എത്താം. അതെ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രയും ദൂരം അന്യപുരുഷന്മാരോട് യാത്ര ചെയ്യണേ. എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? വണ്ടി ഒരു 10 മിനിറ്റ് നിൽക്കും. ചായ കുടിക്കേണ്ടവർക്ക് കുടിക്കാൻ കേട്ടോ. എത്തിയോ? എത്തിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോ സർവോദയപുരത്തിന് എത്ര ദൂരം ഉണ്ടാവും? നിനക്കെന്താ കെട്ടാൻ അത്രയ്ക്ക് ധൃതിയായോ? നമുക്ക് ഒരു കട്ടം കിട്ടുമോ നോക്കാം. ഇവിടെ പച്ചമരുന്ന് കട ഉണ്ടാവോ ആവോ? എന്തിന്? നല്ല രക്തചന്ദനും കസ്തൂരി മഞ്ഞളും മേടിക്കാൻ. അതിനു മുമ്പ് കുറച്ച് കപ്പലിന് മേടിക്കാം. ചേട്ടാ വല്ലതും തരണേ. 2 മണി എനിക്ക് ഒരു തായോ. കുറച്ച് കടല തരൂ എന്ന് പറയുന്നതാണ് സഭ്യമായ ഭാഷ. മണി എത്രയെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കൃഷ്ണൻകുട്ടി ഒരു കാര്യമുണ്ടേ. അപ്പൊ പറഞ്ഞൊക്കെ പറഞ്ഞോ? എടാ ഞാനല്ല, നീയാണ് കൃഷ്ണൻകുട്ടി. ഞാനത് വിട്ടുപോയിട്ടോ. അങ്ങനെ വിട്ടുപോയ എല്ലാം കൊളോ. എന്റെ ചെറുക്കം കൊണ്ടുവന്നേ. അപ്പൊ ഈ മുൻഷി ശങ്കരപിള്ള ആരാണ്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനാ? സോറി, ശരിയാ. നിന്റെ അച്ഛൻ ശങ്കരപിള്ളയാണ്, എന്റെ അച്ഛൻ. നീ കൃഷ്ണൻകുട്ടി. പക്ഷെ ശരിക്കും ഞാനാ കൃഷ്ണൻകുട്ടി. ഓക്കെ, 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട് വല്ലതും. എക്സ്ക്യൂസ് മീ. അതല്ല, എന്റെ പൈസടാ എടുത്തോട്ടെ. അപ്പൊ ആരാ കൃഷ്ണൻകുട്ടി? നിന്റെ അച്ഛൻ. അല്ല, ഞാൻ. വെരി ഗുഡ്. എന്തുവാടേ ഇത്? ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. പഠിക്കുന്ന കാലത്ത് ഇത്ര മെനക്കെട്ടിരുന്നെങ്കിൽ ഈ പണിക്ക് ഇറങ്ങണ്ടായിരുന്നു. എടി ഇപ്പോഴത്തെ കസ്റ്റമേഴ്സേ ബംഗാളികളും ബീഹാരികളും ഒക്കെ അല്ലേ.
देवी पूरी हिंदी करे बाय जी अगले बार 10% डिस्काउंट है। नहीं चाहिए नहीं चाहिए। बोयो दे बाय डिस्काउंट मेरे में क्या है? ओशो पुलिस ओशो ഞാനൊരു പോലീസുകാരനല്ലേ. ഒന്ന് വെറുതെ വരട്ടിയെന്ന് വെച്ച് നീ അത് അന്റപ്പനോട് ചെന്ന് പറഞ്ഞു കൊടുക്കണ്ട വല്ല കാര്യമുണ്ടോ? കുടുംബത്തോടൊപ്പം ഉത്സവത്തിന് പോയി എന്റെ മുതുകത്താണ് അവൻ ആറാട്ട് നടത്തിയത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാൻ നിന്നോട് സോറി പറഞ്ഞെന്ന് നീ അവനോടൊന്ന് പറഞ്ഞേക്കണം. പറയില്ലേ? ഇനി ഏരിയ കണ്ടുപോരുത്. കാണില്ല. ആന്റപ്പനോടൊന്ന് വരട്ടാനേ പറഞ്ഞുള്ളൂ. ഭാഗ്യം അവനോട് തല്ലാൻ പറയാഞ്ഞത്. അവൻ കൊന്നേനെ. ആന്റപ്പോ കടം തീർക്കാതെ ഒരു തുള്ളി കള്ളു പോലും തരില്ലെന്ന് ഷാപ്പിലെ പണിക്കാരൻ ചാണ്ടി പറഞ്ഞടാ. നിന്റെ അപ്പന്റെ വകയാണോ ഷാപ്പെന്ന് ഞാനൊന്ന് ചോദിച്ചതിന് അവനെന്റെ പെടലിക്ക് പിടിച്ചൊരു ഒറ്റ തള്ളു. ഇന്നവനെ ഞാൻ വെട്ടി തുണ്ടെന്തുണ്ടാക്കും. പുളുത്തും കൊണ്ട് തൂക്കി വെച്ചിട്ട് ഫുള്ള് മേടിച്ചിട്ടോടപ്പാ. വല്ലതൊത്തോടാ. എന്റെ അമ്മോ ഇവനാള് കൊള്ളാടാന്റെപ്പാ. ഇത് കണ്ട മിടുക്കൻ. ഇനി അവന്റെ സ്കൂൾ യൂണിഫോമും ബാഗ് എടുത്തു കൊടുത്തേക്ക്. എന്നാൽ ഈ ഇമ്മണി നേരം കൊണ്ട് നീ ആരെ പറ്റിച്ചടാ? 2 കൃഷ്ണൻകുട്ടികളെ. 2 കൃഷ്ണൻകുട്ടികളോ? ആ അതല്ലേ രസം. ഞാൻ തെണ്ടാൻ ചെന്ന 2 തെണ്ടികളുടെയും പേര് കൃഷ്ണൻകുട്ടി. അവന്മാരുടെ അപ്പനാണെങ്കിലോ ഒരു മുൻഷി ശങ്കരപ്പിള്ള. അവന്മാരിപ്പോ അവിടെ ഉണ്ടാ? ആ തട്ടാടയിൽ ഒപ്പുണ്ട്. പേര്? എന്റെ പേര് KP സുന്ദരേശൻ. എന്റെ പേര് P വാസന്തി. 1 by 1 ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. വിലാസം പറയൂ. വാഴച്ചാലിൽ വീട്, കൂർക്കഞ്ചേരി PO, തൃശൂർ. എന്താ ഇത് രണ്ടുപേർക്കും ഒരേ വിലാസോ? എന്താ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണോ വരുന്നത്? അമ്മയല്ല സാർ, വരുന്നത് ഒരു വീട്ടിൽ നിന്നാണെങ്കിലും പോകുന്നത് 2 വീട്ടിലേക്കാ. വി ആർ ജസ്റ്റ് ഡിവോഴ്സ്ഡ്. അല്ല അത് എനിക്ക് ഇവിടുന്ന് ഇവിളക്കാൽ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കിട്ടും നോക്കട്ടെ. എനിക്ക് ആരായാലും മതി. അത് ആരാണെങ്കിലും ഇയാളെയൊക്കെ കൊള്ളാവുന്ന ആളായിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. നീ പോടി. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ സമൂഹ വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തമാശ കളിക്കാനുള്ള വേദിയല്ല. ഞാൻ വളരെ സീരിയസാ. കനകാംബര മാഡം, തൽക്കാലം ഇവരിവിടെ താമസിക്കാൻ അനുവദിക്കാം. തീരുമാനം പിന്നീട്. ഇവർക്ക് ആ ഡോർമെട്രി കാണിച്ചു കൊടുക്കൂ. വരിക. ഇവളോടൊപ്പം താമസിക്കുന്ന പ്രശ്നമില്ല. കഴിഞ്ഞ 15 വർഷമായി ഇവളോടൊപ്പം താമസിച്ച എന്റെ പരിപ്പിളക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടോ, അതിനിവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെ ഡോർമെട്രിയാ. അത് നന്നായി. ഇല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പേ ഇവിടെ നഴ്സറി സ്കൂൾ തുടങ്ങേണ്ടി വന്നേനെ. അതെന്താ? അതിവിടെ ഈ ഫോട്ടോ ഡോർമെട്രിയിൽ ഒട്ടിക്കാൻ സൗകര്യമുണ്ട്. ഇത് ആരുടെ ഫോട്ടോയാ? ബച്ചന്റെ. ഓ, അച്ഛനോട് ഇത്രയ്ക്ക് സ്നേഹമാണ്? അച്ഛന്റെ അല്ല, ബച്ചന്റെ. അമിതാഭ് ബച്ചന്റെ എന്റെ വലിയ ആരാധകനാ. എല്ലാരും പറയുന്നു എനിക്ക് അമിതാഭ് ബച്ചന്റെ ഒരു കട്ടുണ്ട്. ഇരുട്ടത്ത് നിൽക്കും. സോറി സാർ. അതിരിക്കട്ടെ, നിങ്ങൾ തമ്മിൽ എന്താണ് പിണങ്ങാൻ കാരണം? സാർ, കാരണമുണ്ട്. എന്റെ പഞ്ചായത്തിലെ ഏത് പെണ്ണുങ്ങൾ പ്രസവിച്ചാലും ഇവള് പറയും ആ കുട്ടികൾക്കല്ല എന്റെ മുഖഛായയാണെന്ന്. അത് പോട്ടേന്ന് വെക്കാം. തൊട്ടടുത്ത വീട്ടിലെ കൊടിച്ചിപ്പട്ടി പ്രസവിച്ചപ്പോ അവള് പറയാ അതിന് എന്റെ മുഖഛായയാണ്. പറയൂ സാർ, എനിക്ക് പട്ടിയുടെ ഷേപ്പ് ഉണ്ടോ? ഈശ്വര, ഇവന് പേയാണോ? കൊച്ചെ, ഞാൻ ഇക്കൻ ചക്കയൊന്നുമല്ല. ഇക്കാനെ ബാപ്പ വിളിക്കുന്നു. കുരിശായോ? എന്തിന്? ബാപ്പ ഏതാണ്ട് ഉറപ്പിച്ച പോലെ. അങ്ങനെ ബാപ്പ മാത്രം ഉറപ്പിച്ചാ മതിയോ? മതി. എല്ലാ കാര്യം അങ്ങനെയാ. പുള്ളി ഒറ്റയ്ക്ക് അങ്ങോട്ട് തീരുമാനിക്കും. ഈ സമൂഹ വിവാഹം എനിക്കൊട്ടും ഇഷ്ടമല്ല. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പൊ തന്നെ നിങ്ങളുടെ കാര്യം നോക്ക്. എനിക്ക് വേണ്ട, ചെക്കന് ഹൈറ്റ് പോരാന്നൊക്കെ ഞാൻ പറഞ്ഞതാ. കേൾക്കണ്ടേ? എനിക്ക് ഹൈറ്റ് ഇല്ല എന്ന് പറയാൻ നീ ആരടി? സുഷ്മിത സെന്നോ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. രക്ഷപ്പെടണമെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതി പറഞ്ഞതാ. അല്ല, വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിന്നാരം പറയണ. ഇക്കണക്കിന് നീ കല്യാണം കഴിഞ്ഞ പാപ്പാനെ മൈൻഡ് ചെയ്യടി. പുയ്യാപ്പളൊന്നിങ്ങ് വന്നേ. ബാ മോനെ ബാ. എന്താ? തുറന്ന് പറയാലോ, മോൻ എനിക്ക് ഇഷ്ടപ്പെട്ടു.
പക്ഷെ ഇസ്ലാം കാര്യങ്ങളിൽ മോന് അറിവ് തീരെ കുറവാണ്. ഞാൻ എന്റെ മോളെ അറിവുള്ളൊരു ചെക്കനെ കൊണ്ടേ കെട്ടിക്കുള്ളൂ. അതേതായാലും വളരെ നന്നായി. പക്ഷെ നമുക്കിത് ഓരോന്നോരോന്നായി പഠിക്കാം, പഠിച്ചെടുക്കാം. എന്താ വേണോ? ഇനി ഒരു കാര്യം കൂടി തുറന്നു ചോദിച്ചോട്ടെ, മോൻ സുന്നത്തെങ്കിലും ചെയ്തിട്ടുണ്ട്? സുന്നത്തോ? ആ സുന്നത്ത്. ഒരിക്കലും ഇല്ല. ഇത്രയും കാലമായിട്ട് എന്താ ചെയ്യാത്തത്? അത് പിന്നെ അത് ചെയ്യേണ്ട അത്യാവശ്യമല്ലേ? പേടിയായിട്ടാ. അതിപ്പോഴത്തെ ഡോക്ടർമാര് ചെയ്യുമ്പോഴല്ലേ പേടിക്കേണ്ടത്. അപ്പോഴല്ലേ വലിയ മുറിവും കുത്തിക്കെട്ടൊക്കെ വേണ്ടി വരുന്നത്. നല്ല പരിചയമുള്ളവര് ചെയ്താ ഉറുമ്പ് കടിക്കണ വേദന ഉണ്ടാവുള്ളൂ, ചോര പോലും പൊടിയൂല. ഏത് കണ്ട ഞാൻ ഓസാന. ഓശാനയാ? ഓശാനയല്ല, ഒസാൻ, കച്ചിങ് ഇൻസ്പെക്ടർ. 960 കുട്ടികളെ മാർക്കം ചെയ്ത് തളമ്പിച്ച കയ്യായത്. എന്റെ അമ്മേ. മോനൊന്ന് കണ്ണടച്ചിരുന്നാ മതി, ബാക്കി കാര്യം ബാപ്പേ. ശരിയാ. ഈ ജ്വല്ലറിക്കാരുടെ പരസ്യം കണ്ടിട്ടുണ്ടാ? വേദന ഇല്ലാതെ കാതുത്തി തരും, അതേപോലെ ചെയ്തു തരാം. വേണ്ട. അത്രക്ക് പേടിയാണെങ്കിൽ ഉറക്കത്തിന് വന്ന് ഞാൻ ചെയ്യും. ഒന്ന് ഞെട്ടുക പോലുമില്ല. ഞാനിനി ഉറങ്ങിയില്ല. മോനെ പോവല്ലേ, വാപ്പച്ചിക്കൊരു അവസരം എന്താ? ഞാനെല്ലാം കേട്ടു. നിന്റെ ബീവി തട്ടത്തി മറയത്താണെങ്കിലും മാമ 22 ഫീമെയിലാ. ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ഇടത്തോട്ട് തിരിഞ്ഞ ഒരു കടയുണ്ട്. അവിടെ ഇരുമ്പിന്റെ അണ്ടർവെയർ കിട്ടും. അതെ, ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കണ്ടാ പറയില്ലെന്നേ ഉള്ളൂ, സത്യത്തിൽ ഞാൻ വലിയൊരു ധനാഢ്യനാണ്. ആണോ? എനിക്ക് ആദ്യം കണ്ടപ്പോ തോന്നിയത് പിച്ചക്കാരനാണെന്നാ. പിച്ചക്കാരനോ? ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ്, എസ്റ്റേറ്റ്, തോട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥാവര ജംഗമ വസ്തുക്കൾ. ഞാൻ വീണു, ഇനി ഇവള് വീണാ മതിയായിരുന്നു. കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വിവാഹിതരാകുന്നതേ ഉള്ളൂ. പിന്നെ ഐ ആം പെർഫെക്റ്റ്ലി ഹെൽത്തി വിത്ത് ജിംനാസ്റ്റിക് ബോഡി. BP, ഷുഗർ, ഗ്യാസ് ട്രബിൾ, പൈൽസ് തുടങ്ങിയ പകർച്ചവ്യാധികൾ ഒന്നും തന്നെ എനിക്കില്ല. അയ്യോ, ഇത്ര അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ താലി കെട്ടാൻ ഞാൻ ഇപ്പൊ കഴുത്ത് നീട്ടി തന്നെ. എന്ന് വെച്ചാ ഇത്രയും ധനാഢ്യനായ നിങ്ങള് കാലാകാലം എന്റെ കൂടെ ഉണ്ടായ എനിക്കെന്താ മെച്ചം? കുട്ടി NC ആണല്ലേ? എന്താ? ന്യൂ ജനറേഷൻ ആണല്ലേ എന്ന്. സാരല്ല, ഞാൻ വേറെ വെട്ടിപ്പിടിച്ചോളാം. ഇന്നലെ അഭിരാമിനെ കണ്ടത് മുതല് ഇതെങ്ങനെ എങ്ങനെ പറയാണ്ടിരിക്കാന്ന് ഓർത്തിട്ട് ഇന്നലെ കട്ടിലിൽ കിടന്ന് ഞാൻ കുത്തി മറിയായിരുന്നു. അഭിരാമി, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ചിട്ടുള്ളത് നാട്യശാസ്ത്രം എഴുതിയ ഭരതമുനിയാണ്. പക്ഷെ എന്തോ ഇന്നലെ മുതലേ പുള്ളിനെ ഞാൻ വിട്ടു. എനിക്കിപ്പോ അദ്ദേഹത്തെക്കാൾ ഇഷ്ടം ഇദ്ദേഹത്തെയാ. പിന്നൊരു കണ്ടീഷൻ, എന്നെ ഇഷ്ടല്ലാന്ന് മാത്രം പറയരുത്. ജ്യോതിമാഷല്ലേ? നോയോ? നോ, ഞാൻ ജ്യോതിമാഷൊന്നുമല്ല, ഞാൻ കൃഷ്ണൻ നായരാ. അല്ല, കൃഷ്ണൻകുട്ടിയാ. മുൻഷി സാറിന്റെ ഏക മോൻ കൃഷ്ണൻകുട്ടി. കാണാമേ? അതെ, എനിക്ക് കണ്ണി തിമിരൊന്നുമില്ല. മാത്രല്ല, ഒരാളെ ഒറ്റ തവണ കണ്ടാൽ മതി, പിറ്റേ തവണ എനിക്ക് തിരിച്ചറിയാം. കൂർക്കഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മാർക്കിടാൻ വന്നത് നിങ്ങളല്ലേ? അന്ന് ഏറ്റവും നന്നായി കളിച്ച് ഞങ്ങൾക്ക് മാർക്ക് കുറച്ച് നിങ്ങളോട് കുഴഞ്ഞടിയ ഇംഗ്ലീഷ് മീഡിയത്തിലെ പെമ്പിള്ളേർക്ക് 10 മാർക്ക് കൂട്ടിയിട്ട് കൊടുത്തത് നിങ്ങളല്ലേ? ഈശ്വരായി സാൻ എന്തൊക്കെയാ പറയണേ? ഞാൻ ഇതുവരെ ആരെടുത്ത് കൊഞ്ചു കൊഴിഞ്ഞിട്ടില്ല. ഇതൊന്നും വിശ്വസിക്കല്ലേ. മാത്രല്ല, ഇതൊന്നും ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. വി വിൽ ഡിസ്കസ് ലേറ്റർ. ഒന്ന് നിന്നേ, ഇങ്ങരുടെ കുറെ കല്യാണം മുടങ്ങിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്തത് മുടക്കും ഞാൻ. അയ്യോ, അതെ ഉമ്മച്ചി താത്ത കണ്ടില്ലേ, ആകപ്പാടെ കുഴപ്പമുള്ള ആളാവൻ അല്ലേ? ചില്ലറ കുഴപ്പങ്ങളുള്ള ആളാന്ന് മുൻഷി സാറ് പറഞ്ഞിരുന്നു. ആ കുഴപ്പം മാത്രമല്ലല്ലോ, ഇപ്പൊ ഒരു പുതിയ കുഴപ്പം പൊന്തി വന്നിരിക്കല്ലേ. ഇനി എന്തെല്ലാം കുഴപ്പങ്ങളാണാവോ പൊന്തി വരാനിരിക്കുന്നത്. എന്ന് വെച്ച് കുട്ടി റിസ്ക് ഒന്നും എടുക്കാൻ ഞാൻ പറയില്ല കേട്ടോ. മുൻഷി സാറിന് കൊടുത്ത വാക്ക് അത്ര വലിയ കാര്യമൊന്നും ആക്കണ്ട. സാറിന് വേണം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. കുട്ടി ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കോളൂ. ഇയാള് കൂട്ടുകാരന്റെ കല്യാണം നടത്താൻ വന്നതോ അതോ മുടക്കാൻ വന്നതോ? എങ്കിൽ പിന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ, അച്ഛന് കൊടുത്ത വാക്കുകൊണ്ട് മകനെ കെട്ടരുത്, മകന് കൊടുത്ത വാക്കുകൊണ്ട് അച്ഛനെയും കെട്ടരുത്. അതൊക്കെ അവരുടെ ലൈഫിനെ ബാധിക്കുന്ന വലിയ പ്രോബ്ലമാണ്. കുട്ടിക്ക് അറിയില്ല അത്. അതെന്തായാലും ഞാൻ കൃഷ്ണൻകുട്ടിയെ കെട്ടാൻ തന്നെ തീരുമാനിച്ചു. ഓക്കെ? 29 പെണ്ണുങ്ങൾ റിജക്ട് ചെയ്ത അവനെ അവൾ അക്സെപ്റ്റ് ചെയ്തു. പാവം ആ കുട്ടിയുടെ ലൈഫ്. അവളുടെ ലൈഫാണുള്ള പട്ടി നിനക്ക് വലുത്. എന്റെ ലൈഫിന്റെ കാര്യം എന്താവും? എടാ, അവൾ അവനെയും കെട്ടി അവന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് എന്റെ അച്ഛന്റെ അടുക്കിലേക്കാവും വരിക. അപ്പൊ ആ പ്രശ്നം തീർക്കാൻ നിന്റെ അച്ഛൻ വരുമോ? എടാ, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ഇതൊക്കെ നിസാര പ്രശ്നമല്ലേ. ഇതിനേക്കാളൊക്കെ ഇടിവിട്ട് പ്രോബ്ലങ്ങൾ ജീവിതത്തിൽ എന്തുമാത്രം ബാക്കി കിടക്കുന്നു. അതൊന്നും ഓട്ടോ പിടിച്ച് നിന്നെ അന്വേഷിച്ച് വരുന്നില്ലല്ലോ.
നല്ല പ്രകൃതി മരണീയത. രമണീയത. എടാ ആന്റെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേടാ. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഇപ്പൊ പറഞ്ഞോണം. താലി കെട്ടി അന്ന് വൈകുന്നേരം ഞങ്ങൾ ഭർത്താക്കന്മാർ ഞങ്ങളുടെ വഴിക്ക് പോവും, ഭാര്യമാർ നിങ്ങളുടെ പാട്ടിനും പോവും. പറഞ്ഞ പോലെ എല്ലാവർക്കും 2 പവനും പകുതി കാശ്, ബാക്കി ഞാൻ കൊള്ളാം. പിന്നീട് ഭർത്താവാണ് കർത്താവാണെന്ന് പറഞ്ഞ ഏടാകൂടത്തിന് വന്ന ചവിട്ടി കൂട്ടി ഞാൻ എല്ലാത്തിനെയും. അതൊക്കെ സമ്മതിച്ചു, പക്ഷെ എന്നെ ആന്റപ്പൻ തന്നെ കെട്ടണം. ഞങ്ങളെ ബോധിച്ചില്ലേ? കാശിന് വേണ്ടിയാണെങ്കിലും ഒരു രാത്രി പോലും കൂടെ കഴിയില്ലെങ്കിലും കെട്ടുമ്പോ മമ്മൂട്ടിയെ പോലെ ഒരു ചെക്കൻ ഇരിക്കട്ടെ. അതൊന്നും നടപ്പില്ല. ഈ പെണ്ണാകുമ്പോ 1 പവനും 10,000 രൂപയും കൊടുത്താൽ മതി. ഞാൻ ഈ മുതലിനെ കെട്ടിക്കോളാം. അത് ശരി, വന്നു കേറിയപ്പോ തന്നെ ഇവളെന്റെ കഞ്ഞി പാറ്റയിടുകയാണോ? ഹോമനെ നമ്മളൊക്കെ ഗതികേടാടി ഇതിന്. വീട്ടിൽ അപ്പടി പ്രശ്നങ്ങളാ. അതെന്നാടി ഈ സിനിമയെ കാണുന്ന പോലെ തളർവാദം പിടിച്ച് കിടക്കുന്ന അച്ഛൻ, ഭ്രാന്തിയായ അമ്മ, പറക്കം പറ്റാത്തവർ കൊച്ചു കുഞ്ഞുങ്ങൾ, ഉമ്മർത്തൊരു ജപ്തി നോട്ടീസ്, അങ്ങനെ വല്ല ആണോ? ഞാനൊരു തമാശ പറഞ്ഞ ഈ പെണ്ണ് കണ്ണീര് വേസ്റ്റാക്കണേ. നിർത്തിയ പെണ്ണെ ഞാൻ വിട്ടു. അതിന് തന്നെ ഉണ്ടാവും. ഞങ്ങളെപ്പോലെ നടക്കുന്ന കൊച്ചൊന്നുമല്ല. ഗതികേട് കൊണ്ട് ഈ കല്യാണത്തിന് വന്നതാ. നീ കാര്യം തിരി പെണ്ണെ, നീ ആന്റെ പെണ്ണെ കെട്ടിക്കോ. സാമർത്ഥ്യം ഉണ്ടേ ഇവൻ കെട്ടും പൊട്ടി ചോടാവ് നോക്കിക്കോ. എന്നാ പെണ്ണുങ്ങളെ തല്ലിയിട്ടില്ല എന്നുള്ള ചീത്തപ്പേര് മാറ്റിയെടുക്കും ഞാൻ. കേട്ടോടേ. എന്റെ ഓമനെ, ഈ പോത്തിനെ പിടിച്ചു കെട്ട ദൈവം തമ്പുരാൻ വിചാരിച്ചപ്പോൾ നടക്കില്ല. ഞങ്ങളൊക്കെ കൊട്ടേഷൻ ബസ് സ്റ്റാൻഡിൽ തട്ടുകട നടത്തുന്നവരാ. എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ വന്നതാണ്. ഈ തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ കല്യാണം കഴിക്കാൻ മറന്നുപോയി. ഈ ബീഫ് ഫ്രൈ ചെയ്യുന്നതിനിടയിൽ ലൈഫ് ഡ്രൈ ആയതറിഞ്ഞില്ല. കറക്റ്റ്. പിന്നെ ഇപ്പൊ നിങ്ങളുടെ നോട്ടീസ് കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്. പിന്നെ വെച്ച് താമസിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ട്. അതെ, നിങ്ങളൊക്കെ നന്നായി വരും. ഓക്കെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്തോളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണം പണം കൊടുക്കണേണ്ടെന്ന് അല്ല കല്യാണത്തിനെന്ന് വന്നാ പോരെ? അതൊന്നും പറ്റില്ല. ഇവിടെ 2 ആഴ്ച താമസിക്കണം. പിന്നെ വധുവരന്മാർ തമ്മിൽ പരിചയപ്പെടണം. പ്രീ മാരേജ് കൗൺസിലിംഗ് ഉണ്ട്, ക്ലാസുകളുണ്ട്. അതിന് താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ട്. സ്മോൾ ഉണ്ടാവില്ലേ? എന്താ? അല്ല, സ്മോൾ റൂമാണോ അതോ ലാർജ് റൂമാണോ എന്ന് ചോദിച്ചാ. ചേച്ചി കല്യാണം കഴിച്ചാണോ? അല്ല, നമ്മുടെ ലോനപ്പഞ്ചെന്ന് ആലോചിക്കല്ല. കനകാംബര, ഇവർ വിചാരിച്ച പോലെയല്ലോ. ഇവർക്ക് പുറത്തേക്കുള്ള വഴിയൊന്ന് കാണിച്ചു കൊടുക്കും. അല്ല, ഞങ്ങളൊരു തമാശ പറഞ്ഞാൽ അമ്മച്ചി. തമാശിക്കാനത് വഡാഫോൺ കോമഡി ഷോ പരിപാടിയൊന്നും അല്ല. വാ നടക്ക്. അല്ല, അമ്മച്ചിയോടൊന്നും പറഞ്ഞു. അമ്മച്ചിയല്ല, വിജയമ്മ മാഡം, വിമോചന സ്ത്രീവേദിയുടെ പ്രസിഡന്റ്. അവര് മാഡം പറഞ്ഞാ പിന്നെ ഇവിടെ അപ്പീലില്ല. അറിയോ നിനക്ക്? നടക്ക്. ഇതിലും വലിയ കൊമ്പന്മാരെ കണ്ടിട്ടുണ്ട്. ചേട്ടാ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. പറഞ്ഞ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഈ 4 പേരുടെ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞ അപ്പീലില്ല. ഇനി ഞാൻ പറയും, നീ പ്രവർത്തിക്കും. മനസ്സിലാടാ? പോകാം. ഇങ്ങോട്ട് മാഡത്തിനെ കാണണ്ടേ? അമ്മച്ചിനെ കാണണ്ടേ? അങ്ങനെ പറ. അമ്മച്ചിയുടെ പൂരെ അവിടെ. എന്താ കനകാംബര, ഇവരൊന്നും പറഞ്ഞു വിട്ടില്ലേ? അല്ല, ഞാൻ സംസാരിച്ചപ്പോഴേ ഇവര് നല്ല പിള്ളേരാന്നേ, പാവങ്ങള്. ഇനി ഒരു കുഴപ്പവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇവരിപ്പോ എന്നോട് സത്യം ചെയ്തു. അല്ല കനകാംബര, ഇനി ഒരു വർത്താനം പോലും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞാൻ ഗ്യാരണ്ടി അല്ലേ? ഇനി ഇതുപോലത്തെ അനാവശ്യ വർത്താനം വല്ലതും ഉണ്ടായാ കനകാംബര, നിങ്ങളെ ഞാൻ പിടിച്ച് പുറത്താക്കുക. എന്നാ നിക്കണ്ട, പൊയ്ക്കോളൂ. രാവിലത്തെ ക്ലാസ്സിന് എല്ലാവരും ഉണ്ടാവണം. എടാ, അഭിരാമിയെ കെട്ടാൻ എനിക്ക് കിട്ടുന്ന ഒരേ ഒരു ചാൻസ് ആയത്. അവളെ കെട്ടിയാ എനിക്ക് എത്ര കോടികളാ കിട്ടുക? പക്ഷേ ആന്റപ്പനെല്ലാം അറിയുമ്പോ നിനക്ക് ഒരേ 1 കോടിയെ കിട്ടും. നിന്റെ ഡെഡ് ബോഡി ഇട്ട് മൂടാനുള്ള കോടി. നീ പേടിക്കണ്ടാ. ആന്റപ്പൻ വെട്ടാൻ വരുന്നൊരു പോത്ത. അതുകൊണ്ട് വെട്ടാൻ വരും മുമ്പേ നീ വേദം ഓതും അല്ലേ? നിനക്കതെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. പിന്നെ ഒരു ഡൗട്ട്, ഈ പുലർക്കാല സ്വപ്നം ഫലിക്കോ? പിന്നെ എന്റെ ഫലിച്ച സ്വപ്നങ്ങളെല്ലാം ഞാൻ പുലർകാലത്ത് കണ്ട. ആണോ? നീ ഇപ്പൊ എന്താ സ്വപ്ന കണ്ടത്? അല്ല, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ആന്റപ്പൻ നിന്റെ തല മാത്രം ചെറുതായി ഒന്ന് വെട്ടിയെടുത്തു, അത്രേ ഉള്ളൂ. പേടിക്കണ്ട, നിന്റെ ബോഡിക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഈശ്വര, ഈ സ്വപ്നം മാത്രം വലിക്കല്ലേ. കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ കൂട്ടബലാത്സംഗം കഴിഞ്ഞ പോലെ ഉണ്ട്. എണീക്കടാ. എന്താടാ ഇന്നിവിടെ ഭയങ്കര ആലമ്പകളൊക്കെ ആയിരിക്കും. എന്താ നീ ഇന്നിവിടെ വല്ല ക്യാമറ ഡാൻസ് നടത്തുന്നുണ്ടോ? ഉത്തരം പറയാ. വിളിക്കണ എന്റെ പിന്നെ. വേണ്ട. ഇന്നിവിടെ മെഡിക്കൽ ക്യാമ്പാടോ? മെഡിക്കൽ ക്യാമ്പോ? കല്യാണം കഴിക്കാൻ പോകുന്ന വധുവരന്മാർക്ക് അസുഖങ്ങളൊന്നുമില്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മുടെ കഫം, മലം, മൂത്രം ഇത്യാദി സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാ. തനിക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാട്ടോ. അസുഖങ്ങളൊന്നും ഇല്ലാന്ന് വേണമെങ്കിൽ കൺഫേം ചെയ്യാലോ. അസുഖം നിന്റെ അമ്മായിയമ്മയ്ക്ക്. എന്ത് എന്നാ നാവടക്കും പണിയെടുക്കും. ഇതെല്ലാം പോയി അലക്കി കൊണ്ടുപോവാ. എന്താ അലക്കാൻ? അന്റപ്പൻ ചുട്ടത് രണ്ടാളും വരുന്നുണ്ടല്ലോ.
അതൊരാളല്ലേ ഉള്ളൂ. നിങ്ങളുടെ കൃഷ്ണൻകുട്ടിയും എന്റെ ആസാദിക്കും. എന്റെ പൊന്നഭിരാമി, നിങ്ങൾ ശരിക്കുള്ള കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കൃഷ്ണൻകുട്ടി എന്റെ ബാപ്പ ശരിക്കും ആസാദിക്കാക്കി മാറ്റേനെ. വീട്ടില് സ്വന്തമായിട്ടാണോ അലക്കുന്നത്? നമ്മുടെ വസ്ത്രങ്ങൾ നാം തന്നെ അലക്കണമെന്നാണല്ലോ. ആ, ചില കാര്യങ്ങളിലെങ്കിലും അച്ഛന്റെ പാത പിന്തുടരുന്നുണ്ടല്ലോ. കൊള്ളാം. എന്റെ കാര്യം വിട്. വെട്ടഞ്ചിറ ഭാസിയുടെ മോളെന്തിനാ സ്വന്തം വസ്ത്രങ്ങൾ അലക്കുന്നത്? ഇഷ്ടം പോലെ വേലക്കാര്, ഏറ്റവും കൂടിയ ഒരു സംശയം, ഞാൻ വെട്ടഞ്ചിറ ബാസിയുടെ മോളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അച്ഛൻ പറഞ്ഞു. കാശ് കണ്ട ഏത് മരപ്പോത്തിനെയും കെട്ടുന്ന ആളാ. അതുകൊണ്ട് അവനെ ഒന്നും അറിയിക്കണ്ടെന്നാണല്ലോ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അച്ഛന്റെ ഏത് രഹസ്യം അമ്മ അറിയും. അത് അപ്പൊ തന്നെ എന്റെ ചെവിയിലെത്തും. അതാ അതിന്റെ ഒരു സീക്രറ്റ്. സാധാരണ എന്റെ സീക്രറ്റ്സ് ഒന്നും ഞാൻ പുറത്തു പറയാറില്ല. ഒരുപാട് സീക്രട്സ് കൊണ്ട് നടക്കല്ലേ മോനെ. എപ്പോഴാ അത് നടുമ്പുറത്തേക്ക് ചാടുവിടാന്ന് പറയാൻ പറ്റില്ല. ഈശ്വര, അവിടെ കരുതാക്കാണ്. പറഞ്ഞില്ല, അപ്പോഴേക്കും നടുവ് ചവിട്ടാൻ വേണ്ടി. ഇവന്റെ ഇടി കൊണ്ട് ചാവുന്നില്ല, വേദം മുങ്ങി ചാവുന്ന. ഇവരൊക്കെ ആരാ? നിങ്ങളെ ആന്റപ്പനോട് നിന്നെയൊക്കെ പേടിച്ചിട്ടാന്ന് വിചാരിച്ചോ? അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ട് നിന്നെ ഓടിച്ച് ഇവിടെ എത്തിച്ച് ഓപ്പൺ എയർ അറസ്റ്റ്, മൂത്രമൊഴിക്കാനും ഇടികൊള്ളാൻ. ഓ, അന്ന് മുൻഷിയുടെ മകൻ കൃഷ്ണൻകുട്ടി അവൻ രണ്ടെണ്ണം പൊട്ടിച്ചതിന്റെ പ്രതികാരല്ലേ? ഇതുകൂടി കൊണ്ടോക്കോ, അല്ലെങ്കിൽ അത് മറന്നുപോയി ഇത് മറന്നുപോയി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വന്നാണ് ചുട്ടടി വെച്ചേരി ഞാൻ. എടാ, രാത്രി പോയാ മതി എന്നല്ലേ നീ പറഞ്ഞത്? രാത്രി ആയിട്ടില്ലല്ലോ, നാളെ രാവിലെ. നീയൊക്കെ ഉണ്ടല്ലോ, സൂചി കയറ്റാനുള്ള ഒരിടം നിന്നിട്ടുണ്ടെങ്കിൽ തൂമ്പ കയറ്റി എന്റെ ജീവിതം നാനാവിധമാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യു ഗോ, ബെറ്റർ യു ഗെറ്റ് ഔട്ട്. പിന്നെ നീയല്ല ഞാനാണ് മുൻഷിയുടെ മോനെന്ന് അഭിരാമിക്ക് അറിയാം. അതുകൊണ്ട് അവള് നിന്നെ കെട്ടാനൊന്നും പോണില്ല എന്ന് നിന്നോട് ആരാടാ പറഞ്ഞേ? 101 കല്യാണങ്ങൾ നടത്തുന്നതേ അവൾ ഒരാളെ മുമ്പിൽ നിന്നിട്ടാ. 100 പേരെ തട്ടേ കേട്ടിട്ട് അവക്ക് മാത്രം അങ്ങനെ മുങ്ങാൻ പറ്റുമോ? അങ്ങനെ മുങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കില്ലേ എന്താ മുങ്ങിയെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്ക് ഒരാളെ കെട്ടിയേ പറ്റൂ. അതിനല്ലേ ഞാനിങ്ങനെ ഒരാൾ പോസ്റ്റ് അടിച്ച പോലെ നിൽക്കണേ. പിടിക്ക്. പിന്നെ നിന്നോട് എന്തെങ്കിലും ഒരു സ്നേഹം അവക്ക് ബാക്കിയുണ്ടെങ്കിൽ നീ പേടിക്കണ്ട. കംപ്ലീറ്റ് ഞാനത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് പുണ്യാഹം തളിച്ചോളാം. ഡമോനെ, നീ കെട്ടുമ്പാണ്ട കേട്ട് എങ്ങട്ടാ പോണ്? അത് അച്ഛനെ കാണാൻ. അച്ഛനെ പെട്ടെന്ന് ഭയങ്കര പനി. സീരിയസാ? അല്ല, എലിപ്പനിയാവും. ഏയ് അല്ല. എങ്കിൽ ഡങ്കി. അയ്യോ, അതൊന്നുമല്ല, വെറുതെ കൊതിപ്പിച്ചു. ചേട്ടാ, ഇയാൾ അച്ഛനെ കാണാൻ വേണ്ടി പോവൊന്നുമല്ല, കല്യാണം മതിക്ക് സ്ഥലം വിട്ട് പോവാ. കാര്യം വേറെയാ. ഓ, നീ ഒന്നിങ്ങോട്ട് വന്നേ. അതാണ് വെട്ടഞ്ചിറ ബാസി. അയാളോടാണോ നീ അതും വിളിച്ചു പോകുന്നത്? അപ്പൊ ആ പോയ ചേട്ടനാണോ എന്റെ ഭാവി അമ്മായി?